നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി കേരളത്തിൽ പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ്. അപ്പോൾ ആദ്യമായി കേരളത്തിൽ പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനിന്റെ പേരെന്താണ്? ഉദയ് എക്സ്പ്രസ് എന്നാണ്. പരീക്ഷണോട്ടം നടത്തിയത് കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെയാണ്. അപ്പോൾ ആദ്യമായി കേരളത്തിൽ പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനിന്റെ പേരെന്താണ്? ഉദയ് എക്സ്പ്രസ് എന്നാണ്. പരീക്ഷണോട്ടം നടത്തിയത് കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെയാണ്. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനത്തിന്റെ പേരാണ് ഡിജി യാത്ര. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഡിജി യാത്ര. വ്യാഴത്തിന്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തിലേക്ക് ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണേത്? യൂറോപ്പ എന്ന ഉപഗ്രഹത്തിലേക്ക് ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ക്ലിപ്പർ എന്നാണ്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. അപ്പോൾ ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? റഷ്യ. കവച് എന്താണ്? കവച് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരാണ് കവച്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരെന്താണ്? കവച് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഏപ്രിൽ അന്തരിച്ച മുരാരിലാൽ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? അപ്പോൾ 2024 ഏപ്രിൽ അന്തരിച്ച മുരാരിലാൽ ഏതു മേഖലയിലാണ് പ്രശസ്തൻ? സാമൂഹ്യ പ്രവർത്തനത്തിലാണ്. സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ആര്? മുരാരിലാൽ. 2024 ഏപ്രിൽ അന്തരിച്ച മുരാരിലാൽ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? സാമൂഹ്യ പ്രവർത്തനം. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏതു പേരിൽ അറിയപ്പെടുന്നു? അധിക നികുതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ഏതാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ. കൊല്ലം ജില്ലയിലാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ്? അരുണാചൽ പ്രദേശിനാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിന് ചൈന ഏത് പേരാണ് നൽകിയിരിക്കുന്നത്? സാങ്നാൻ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി ആരാണ്? ഡോക്ടർ വൃന്ദ വർമ്മയാണ്. ഡോക്ടർ വൃന്ദ വർമ്മ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി ആരാണ്? ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ സുരേഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവലാണ് വൃന്ദ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത്. അപ്പോൾ പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഗിരീഷ് കുമാർ രചിച്ച നോവലിന്റെ പേരെന്താണ്? അലിംഗം. ആ അലിംഗം എന്ന നോവലിനെയാണ് വൃന്ദ വർമ്മ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത്. അതിനാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് ഡോക്ടർ വൃന്ദ വർമ്മയെ അർഹയാക്കിയത്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ. 2024 ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. 2024 ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ജർമ്മനി. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? സോനം വാങ്ചുക് ആണ്. സോനം വാങ്ചുക്. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? സോനം വാങ്ചുക് ആണ്.
അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ വ്യവസായം ഏതാണ്? ഹിൽ ഇന്ത്യയാണ്. അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ വ്യവസായമാണ് ഹിൽ ഇന്ത്യ. ഇത്ര നമുക്ക് നോക്കാം. ആദ്യമായി കേരളത്തിൽ പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനിന്റെ പേരെന്താണ്? ഉദയ് എക്സ്പ്രസ്. എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു പരീക്ഷണോട്ടം നടത്തിയത്? കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെ. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഡിജി യാത്ര. വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹമാണ് ഇത്? യൂറോപ്പ. യൂറോപ്പിലേക്ക് ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ക്ലിപ്പർ. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമേത്? റഷ്യ. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരെന്താണ്? കവച്. 2024 ഏപ്രിൽ അന്തരിച്ച മുരാരിലാൽ ഏതു മേഖലയിലാണ് പ്രശസ്തൻ? സാമൂഹ്യ പ്രവർത്തനം. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ഏതാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളിയാര്? ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഗിരീഷ് കുമാർ രചിച്ച നോവൽ ഏതാണ്? അലിംഗം. ഈ നോവല് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയതാരാണ്? ഡോക്ടർ വൃന്ദ വർമ്മ. അതിനാണ് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് വൃന്ദ വർമ്മ അർഹയായത്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. 2024 ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? സോനം വങ്ചുക്കാണ്. അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ഏതാണ്? ഹിൽ ഇന്ത്യയാണ്. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹമാണ്. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തുറവൂരാണ്. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്ര രൂപയാണ്? 346 രൂപയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപ. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാര്? മിഷേൽ ടെലഗ്രാൻഡ്. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? മിഷേൽ ടെലഗ്രാൻഡ് ആണ്. പവൻ ദവുലൂരി. ആരാണ് പവൻ ദവുലൂരി? മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പവൻ ദവുലൂരിയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദവുലൂരി. MD ഏകാഗിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ KP സുധീരയാണ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? MD ഏകാഗിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഡോക്ടർ KP സുധീര. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെന്നാണ്? 2024 മാർച്ച് 25-നാണ്. 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെന്ന് 2024 മാർച്ച് 25-നാണ്. സുനിൽ ഛേത്രി 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന ബഹുമതി ലഭിച്ചത് ആർക്കാണ്? സുനിൽ ഛേത്രിക്കാണ്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയതാരാണ്? സുനിൽ ഛേത്രിയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? ശ്രീലങ്കയാണ്.
അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? കണ്ണൂർ. TM കൃഷ്ണ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയതാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? TM കൃഷ്ണയ്ക്കാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? അജന്ത ശരത് കമലാണ്. അജന്ത ശരത് കമൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര്? അജന്ത ശരത് കമൽ. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്ത്? സാക്ഷം. എന്താണ് സാക്ഷം? ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത്? സാക്ഷം. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? 50ാമത് വാർഷികമാണ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? 50ാമത്. 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. 50ാമത്. അപ്പോൾ 2024 നടന്ന എത്രാമത്തെ G7 ഉച്ചകോടിയാണ് 2024 50ാമത് G7 ഉച്ചകോടിയാണ് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇറ്റലി. ഷോണിമ സ്വർണ ഇവ എന്താണ്? തണ്ണിമത്തന്റെ സങ്കര ഇനമാണ് ഷോണിമ സ്വർണ. ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കരമാണ്? തണ്ണിമത്തന്റെ. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം. അപ്പോൾ ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഇത്രയും ഒന്നുകൂടെ നോക്കാം. ഒന്ന് തൊട്ട് നോക്കാം. ആദ്യമായി കേരളത്തിൽ പരീക്ഷണോട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ്? ഉദയ് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം ഏതാണ്? ഡിജി യാത്ര. വ്യാഴത്തിന്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തിന്റെ ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ്? ക്ലിപ്പർ. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേത്? റഷ്യ. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റഷ്യ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം ഏതാണ്? കവച്. 2024 ഏപ്രിൽ അന്തരിച്ച മുരാരിലാൽ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? സാമൂഹ്യ പ്രവർത്തനം. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ഏതാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി ആരാണ്? ഡോക്ടർ വൃന്ദാവർമ്മ. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഗിരീഷ് കുമാർ രചിച്ച നോവൽ ഏതാണ്? അലിംഗം. അലിംഗം എന്ന നോവലാണ് വൃന്ദ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ. 2024 ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരാണ്? സോനം വാങ്ചുക്. അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ വ്യവസായം ഏതാണ്? ഹിൽ ഇന്ത്യ. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? തുറവൂർ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? PR ശ്രീജേഷ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപ. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? മിഷേൽ ടെലഗ്രാൻഡ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? പവൻ ധവലൂരി. MD ഏകാഗതിയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ KP സുധീര. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെന്ന്? 2024 മാർച്ച് 25. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രി. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്.
അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? കണ്ണൂർ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് TN കൃഷ്ണ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ്? അജന്ത ശരത് കമൽ. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സാക്ഷം. 2024 മാർച്ചിൽ സിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? 50ാമത് G7 ഉച്ചകോടി 2024 നടക്കുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഷോണിമ, സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ തണ്ണിമത്തനമാണ്? തണ്ണിമത്തൻ. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാം സ്ഥാനമാണ്. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഇതുവരെ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയുടെ പേരെന്താണ്? ഇതുവരെ. 2024 മാർച്ചിൽ നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? പൊക്കാറയാണ്. 2024 നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? പൊക്കാറ. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134ാം സ്ഥാനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134ാം സ്ഥാനമാണ്. 2024 ഏപ്രിൽ 26 കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടേബിൾ ടെന്നീസ്. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടേബിൾ ടെന്നീസ്. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്ക്. അപ്പോൾ ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്ക്. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പേരെന്താണ്? അമൃത് ഉദ്യാൻ. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? വയനാട്. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. അപ്പോൾ ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്കാണ്. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. 2023 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 2023 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യ. ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ബെലിൻഡ ക്ലാർക്ക്. ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ബെലിൻഡ ക്ലാർക്ക്. ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖാ പദ്ധതിയുടെ പേരെന്താണ്? മുന്നേറ്റം 25 ആണ്. മുന്നേറ്റം 25 എന്താണ്? ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖാ പദ്ധതിയാണ് മുന്നേറ്റം 25. 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഖേലോ ഇന്ത്യ. അപ്പോൾ 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യയാണ്. ഖേലോ ഇന്ത്യ. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം 2023 ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. 2023 ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം ഏത്? ജർമ്മനി. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത്? ന്യൂസിലാൻഡ് ആണ്. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ് ആണ്.
77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെ? അരുണാചൽ പ്രദേശ്. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ഇതുവരെ എന്ന സിനിമ സംവിധാനം ചെയ്ത് അനിൽ തോമസ് ആണ്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കിയാണ് അനിൽ തോമസ് ഇതുവരെ എന്ന സിനിമ സംവിധാനം ചെയ്തത്. 2024 മാർച്ചിൽ നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറ. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്ക്. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാടാണ്. 2023 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ആര്? ബെലിൻഡ ക്ലാർക്ക്. എന്താണ് മുന്നേറ്റം 25? ഗ്രന്ഥശാലകൾ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖാ പദ്ധതിയാണ് മുന്നേറ്റം 25. 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതി ഏതായിരുന്നു? ഖേലോ ഇന്ത്യ. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം 2023 ജർമ്മനിയാണ്. 2023 ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം ഏത്? ജർമ്മനി. ഗബ്രിയൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ന്യൂസിലൻഡാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം ഏതാണ്? സമ്മോഹൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം സമ്മോഹൻ. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന് നൽകിയ പേരെന്ത്? പടവ്. 2023 മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന് നൽകിയ പേരെന്തായിരുന്നു? പടവ്. 2023 വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് സൽമാൻ റുഷ്ദി. വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദി. 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? സഞ്ജു സാംസൺ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം ഏതാണ്? സമ്മോഹനാണ്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിച്ച സംസ്ഥാന ക്ഷീരസംഗമത്തിന് നൽകിയ പേരെന്തായിരുന്നു? പടവ്. വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? സൽമാൻ റുഷ്ദി. 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? സഞ്ജു സാംസൺ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? എഴുത്തുപച്ച. അപ്പോൾ സംസ്ഥാന പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? എഴുത്തുപച്ച. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് മിഷ്ടി. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മിഷ്ടി. 2024 എത്രാമത് ഭാരതരത്നമാണ് LK അദ്വാനിക്ക് ലഭിച്ചത്? 50ാമത്തെ വ്യക്തിയാണ്. ആര്? LK അദ്വാനി. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് ആര്? LK അദ്വാനി. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏത്? സുപ്രീം കോടതിയാണ്. 1950. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിതമായത് 1950. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? കാസർഗോഡ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണമാണ് എഴുത്തുപച്ച. കണ്ടൽവനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് മിഷ്ടി. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡാണ്.
2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ, മുൻ ഹോക്കി മലയാളി താരമാണ്. PR ശാരദയുടേതാണ് ഫോർവേഡ് എന്ന ആത്മകഥ. അപ്പോൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദയുടേതാണ്. മുൻ ഹോക്കി മലയാളി താരമാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ്? NK ദേശമാണ്. NK ദേശം, N കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി N കുട്ടിക്കൃഷ്ണപിള്ള. അപ്പോൾ NK ദേശം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? N കുട്ടിക്കൃഷ്ണപിള്ളയാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തിയാണ് ആര്? NK ദേശം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയായിരുന്നു? പൊക്രാൻ, രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയായിരുന്നു? പൊക്രാനിലാണ്, രാജസ്ഥാനിലെ പൊക്രാൻ. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദം കേരള പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. അപ്പോൾ എന്താണ് ഓർമ്മത്തോണി? ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. 2024 ഫെബ്രുവരിയിൽ 135-ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനമാണ്. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖലയെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ കോന്നി വനമേഖലയെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1888 ഒക്ടോബർ 9. 2024 ഫെബ്രുവരിയിൽ 135-ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനമാണ്. അടുത്തത് നോക്കാം. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ജസ്പ്രീത് ബുംറ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ്? AR റഹ്മാനാണ്. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാര്? AR റഹ്മാൻ. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. VK മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? VK മോഹനൻ കമ്മിറ്റി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളം. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാര്? ജസ്പ്രീത് ബുംറ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാര്? AR റഹ്മാൻ. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? VK മോഹനൻ കമ്മിറ്റി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളം. അത്രയൊന്ന് നോക്കാം. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? 2023 ജർമ്മനി. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത്? ന്യൂസിലാൻഡ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം ഏതാണ്? സമ്മോഹൻ. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിച്ച സംസ്ഥാന ക്ഷീരസംഗമത്തിന് നൽകിയ പേരെന്തായിരുന്നു? പടവ്. വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദി. 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തകരൂപത്തിലാക്കി സമഗ്ര കേരളം പുറത്തിറക്കിയ പ്രസിദ്ധീകരണമേത്? എഴുത്തുവച്ച. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മിഷ്ടി. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി ആരായിരുന്നു? LK അദ്വാനി. 2024 വജ്രജൂബിലി
ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ, മുൻ ഹോക്കി മലയാളി താരമാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആര്? NK ദേശം. N കുട്ടിക്കൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് NK ദേശം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാൻ. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിച്ച കേരളത്തിലെ റിസർവ് വനം കോന്നി റിസർവ് വനം. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ജസ്പ്രീത് ബുംറ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞ ആരാണ്? AR റഹ്മാൻ. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? VK മോഹനൻ കമ്മിറ്റി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്